ബോക്സ് നോട്ട് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബാഗാണിത്. ഇതിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിലാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. ഒരു ഹാൻഡിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ഹാൻഡിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു ഹാൻഡിലാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഹാൻഡിൽ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എവിടെയാണ് ഹാൻഡിൽ വരേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. പിന്നീട് ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 4 വയറാണ് എടുത്തിരിക്കുന്നത്. 3 വയർ ഇന്നർ വയറായിട്ടും 1 വയർ ഔട്ടർ വയറായിട്ടുമാണ് കൊടുക്കുന്നത്. ഇന്നർ വയറായിട്ട് കൊടുക്കുന്ന വയറിൻ്റെ നീളം 4.5 അടിയാണ്. ഔട്ടർ വയറായിട്ട് കൊടുക്കുന്നത് 10 അടിയിലുള്ള ഒരു വയറാണ്. അപ്പോൾ ഔട്ടർ വയർ നമുക്ക് നമ്മുടെ ഈ ബാസ്ക്കറ്റിന് അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. ഇന്നർ വയർ നമുക്കിഷ്ടമുള്ള കളർ കൊടുക്കാം. ഏത് കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ ബാക്കി വന്നിട്ടുള്ള ഏത് കളറായാലും നമുക്ക് ഇന്നർ വയറായിട്ട് കൊടുക്കാവുന്നതാണ്. ഈ 4.5 അടിയിൽ മുറിച്ചെടുത്തിരിക്കുന്ന വയർ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഹോളിലൂടെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 3 ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അകത്തൂടെ അതിനെ വീണ്ടും പുറത്തേക്ക് വലിച്ചെടുക്കുക. നമുക്ക് ഇതിൻ്റെ എല്ലാ അറ്റവും ഒരുപോലെയാണോ എന്ന് നോക്കാം. എല്ലാം ഒരുമിച്ച് ചേർത്ത് അറ്റം എല്ലാം അതിൻ്റെ ഒരുപോലെ ആക്കിയെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ 3 വയറിനെ ഉൾവശത്തൂടെ വലിച്ചെടുത്തിട്ടുണ്ട്. 2 വശത്തും 3 വയറുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഇന്നർ വയറിൻ്റെ കട്ടി എത്ര വേണമെങ്കിലും കൂട്ടാം. കൂടുതൽ വയറുകൾ ആഡ് ചെയ്യാം. നമുക്ക് വേണ്ട ഹാൻഡിലിൻ്റെ തിക്നെസ്സിനനുസരിച്ച് വലിയ ബാഗാണെങ്കിൽ കൂടുതൽ വയർ കൊടുക്കാം. ചെറിയ ബാഗാണെങ്കിൽ 1-2 വയറുകൾ കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനിയും അതേ ഹോളിൽ കൂടെ തന്നെ നമ്മൾ 10 അടിയിൽ അളന്ന് വെച്ചിട്ടുള്ള വയറുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. പത്ത് അല്ലെങ്കിൽ 10.5 അടി അളന്നെടുക്കാം. അതിൽ കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. ഇതിൻ്റെയും അറ്റം ഒരുപോലെയാണോ എന്ന് നോക്കുക. ഈ ഔട്ടർ വയർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഇട്ടിരിക്കുന്ന 3 ഇന്നർ വയറുകൾ ഒന്ന് ടൈറ്റായിട്ട് പിടിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാതെ ഒന്ന് പിടിക്കണം. ഇനിയിപ്പോൾ ആദ്യം ചെയ്യുമ്പം ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ ഇതുപോലെ പിടിച്ച് ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു നൂല് വെച്ച് കെട്ടിക്കൊടുക്കുകയോ ചെയ്താൽ അത് അങ്ങനെ സ്റ്റേണായിട്ട് അങ്ങനെ ഇരുന്നോളും. ഇനി നമുക്ക് ഹാൻഡിൽ പിന്നാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ കണ്ടല്ലോ, ഔട്ടർ വയർ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിനെ ലെഫ്റ്റിലുള്ള വയറിനെ റൈറ്റിലേക്കും റൈറ്റിലുള്ള വയറിനെ ലെഫ്റ്റിലേക്കും കൊണ്ടുവരിക. ഇപ്പോൾ ഒരു ക്രോസ് നമുക്കിവിടെ കിട്ടി മുകൾ ഭാഗത്ത്. ഇനി അതുപോലെ തന്നെ പുറകിലേക്ക് തിരിക്കുക. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്തും ഒരു ക്രോസ് കിട്ടും. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ലെഫ്റ്റിലുള്ള വയറിനെ ആദ്യം റൈറ്റിലേക്ക് തിരിക്കുക. എങ്ങനെയായാലും ഫസ്റ്റ് റൈറ്റിലുള്ളതിനെ ലെഫ്റ്റിലേക്കോ ലെഫ്റ്റിലുള്ളതിനെ റൈറ്റിലേക്കോ അതേതായാലും പ്രശ്നമില്ല. ഞാനിവിടെ ലെഫ്റ്റിലുള്ള വയറിനെ റൈറ്റിലേക്കും റൈറ്റിലുള്ളതിനെ ലെഫ്റ്റിലേക്കും കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു ക്രോസ് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് താഴ്ഭാഗത്തും ഒരു ക്രോസ് കിട്ടും. ഇതേപോലെ വയറിനെ താഴേക്ക് മടക്കി കൊടുക്കുക. ലെഫ്റ്റിലുള്ള വയറിനെ ആദ്യം മടക്കുക, റൈറ്റിലുള്ള വയറിനെ അതിൻ്റെ മുകളിലൂടെ മടക്കുക. മുകളിൽ കിട്ടിയതുപോലെ തന്നെയുള്ള ഒരു ക്രോസ് നമുക്ക് താഴെയും കിട്ടി. ഇനി ഇതൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. വയറ് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് അതിനെ ടൈറ്റാക്കുക. വീണ്ടും അതുപോലെ തന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെ ലെഫ്റ്റിലുള്ള വയറിനെ റൈറ്റിലേക്ക് കൊണ്ടുവരിക, റൈറ്റിലുള്ള വയറിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ കണ്ടല്ലോ, വീണ്ടും ഒരു ക്രോസ് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് താഴെയും ഒരു ക്രോസ് കിട്ടണം. അതിനു വേണ്ടി നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള വയറുണ്ടല്ലോ, അതിനെ നമുക്ക് താഴേക്ക് മടക്കി കൊടുക്കാം.
റൈറ്റ് സൈഡിലുള്ളതിനെ ലെഫ്റ്റിലേക്കും കൊണ്ടുവരിക. അപ്പം നമുക്ക് മുകളിൽ കിട്ടിയ പോലെ തന്നെ ഒരു ക്രോസ് താഴെയും കിട്ടും. ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാൻഡിലാണ്. ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള എന്നാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഹാൻഡിലാണിത്. ഇനിയിപ്പോൾ വേറെ ഇതിലൊന്നും ചെയ്യാനില്ല. നമ്മൾ 2-3 തവണ അങ്ങനെ ക്രോസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ തള്ളവിരൽ കൊണ്ട് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ആവും. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ ചെയ്ത് കൊടുക്കാം. വേറെ ഇതിലിനി ഒരു മാറ്റവും വരുത്താനില്ല. മുകളിൽ ഒരു ക്രോസ്, താഴെ ഒരു ക്രോസ്. ബാക്കിയുള്ള ഈ നമ്മുടെ ഇന്നർ വയർ മുഴുവൻ നമുക്കിതുപോലെ പിന്നിയെടുക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിലാണിത്. ഇനി ഇത്രയും ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗത്ത് സംശയമുണ്ട്, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാനത് പറ്റുന്നത് പോലെ പറഞ്ഞു തരാം. നമുക്ക് കൂടെയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ എല്ലാവർക്കും പ്രയാസം ഈ ഹാൻഡിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹാൻഡിൽ കൂടെ ഉണ്ടാക്കുന്നവർ ഈ ഹാൻഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് മുഴുവൻ ഈ വയർ വെച്ച് നമുക്ക് പിന്നിയെടുക്കണം. ക്രോസ് ഇട്ട് താഴേക്ക് പിന്നിയെടുക്കണം. ഞാനിത് മുഴുവൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ എടുത്തിട്ടുള്ള വയർ മുഴുവൻ ഞാനിതുപോലെ പിന്നിയെടുത്തിട്ടുണ്ട്. ഔട്ടർ വയർ വെച്ച് മുഴുവൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ പിന്നി ബാക്കി വന്നിട്ടുള്ള വയറുണ്ടല്ലോ, അറ്റത്ത് കുറച്ച് വയർ നമുക്ക് വന്നിട്ടുണ്ട്, അത് നമുക്ക് ഈ ബാഗിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കണം. നമ്മൾ മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്ന അതേ ഹോളിലൂടെ ഈ വയറിനെ നമുക്ക് ഉള്ളിലേക്കാക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് 4ഉം 4ഉം 8 വയർ രണ്ട് വശത്തും കൂടെ കിട്ടിയിട്ടുണ്ട്. 4 വയറിനെ ഓരോ ഹോളിലൂടെയും നമുക്ക് അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമായി ഹാൻഡിൽ ചെയ്യുന്ന കൂട്ടുകാരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇത്രയും സ്ലോ ആയിട്ട് പറയുന്നത്. തീരെ അറിയാൻ പാടില്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പം പല പല സംശയങ്ങൾ കാണും, എങ്ങനെയാണിത് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ കഴിവതും എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ മുഴുവൻ വയറിനെയും ഞാൻ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടൈറ്റ് ആക്കണം. ആദ്യം ചെയ്തപ്പോൾ ടൈറ്റ് ചെയ്തതുപോലെ തന്നെ ഈ വയറിനെയും ഉള്ളിലേക്കെടുത്ത് നമുക്ക് നന്നായിട്ട് ടൈറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഉള്ളിലേക്കെടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് നോട്ടിട്ട് കൊടുക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് നോട്ടിട്ട് കൊടുക്കാം. ഒന്നിച്ച് നോട്ടിട്ട് കൊടുക്കണ്ട. ഇപ്പോൾ 4ഉം 4ഉം 8 വയറുണ്ടല്ലോ, 2 വയർ വെച്ച് എടുത്തിട്ട് നമുക്ക് നോട്ടിട്ട് കൊടുക്കാം. അതാവുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. ഭയങ്കരമായിട്ട് അങ്ങനെ ബൾജ് ചെയ്തിരിക്കത്തുമില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ പിടിച്ച് നോട്ടിട്ട് കൊടുക്കണേ. ഞാനിവിടെ എല്ലാ വയറിനെയും നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ വയറിനെയും നമുക്ക് അകത്തേക്ക് ഓരോ നോട്ടിൻ്റെ ഇടയിലൂടെ കടത്തി വിടണം. ഇപ്പോൾ നമുക്ക് പുറമേ ഈ വയറുകളുടെ ഒന്നും അറ്റം കാണാൻ പറ്റത്തില്ല. ഓരോ വയറിൻ്റെ അറ്റം ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഓരോ നോട്ടിൻ്റെ ഉള്ളിലേക്ക് വിട്ട് കൊടുത്താൽ ഒരു 4-5 നോട്ട് വരെ അതൊന്ന് ചുരുക്കി വെച്ച് കൊടുത്താൽ ബാക്കി നമുക്ക് മുറിച്ച് കളയാം. ഇനി ഈ ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് കാണിക്കാം. ഇതിന് പ്രയാസമൊന്നുമില്ല, ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഓരോ വയറിൻ്റെയും അറ്റം ഓരോ നോട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് അകത്തേക്കെടുത്ത് പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ ചുരുക്കി എല്ലാം ഒരു 4-5 നോട്ട് വരെ ചുരുക്കി കഴിയുമ്പോഴത്തേക്ക് വയറിൻ്റെ ഹാൻഡിൽ നല്ല ടൈറ്റാകും. നമുക്ക് ബാക്കിയുള്ള വയറ് മുറിച്ച് കളയുകയും ചെയ്യാം.
ഇപ്പോൾ എല്ലാ വയറും ഞാൻ ഉള്ളിലേക്ക് ചുരുക്കി എടുത്തിട്ടുണ്ട്. ആ വയറിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ എളുപ്പം തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഹാൻഡിലും ഇവിടെ അറ്റാച്ച് ചെയ്തു. വയറുകളെല്ലാം ഉള്ളിലേക്ക് ചുരുക്കി കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിപ്പോൾ കുറച്ച് താഴേക്കിരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്. ഇനി നമുക്കിതുപോലെ ചെറിയ 2 വയറ് വെച്ചിട്ട് ഇതിനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇതുപോലെ ആ ഹോൾ നോക്കിയിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് വയറിനെ ഇതുപോലെ വലിച്ചെടുത്തിട്ട് ടൈറ്റാക്കി കൊടുക്കുക. 1-2 തവണ ചുറ്റിയെടുക്കാം ഇത് വയറ്. മുമ്പേ വയറുകളെല്ലാം കൂടി ചേർത്ത് നമ്മൾ നോട്ടിട്ടതുപോലെ തന്നെ ഈ വയറിനെ നമ്മൾ ഉള്ളിലൂടെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് നോട്ടിട്ട് കൊടുക്കണം. 1-2 നോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല ടൈറ്റായിട്ട് നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ വശത്തേക്ക് നമുക്ക് ചുരുക്കി വെച്ച് കൊടുക്കാം. ഈ അറ്റം ഇപ്പുറത്തെ വശത്തേക്കും ചുരുക്കി കൊടുക്കാം. അതുപോലെ 2 വശത്തും ചെയ്തു കൊടുക്കണം. ഈ വശത്തുള്ള ഹാൻഡിലും ഒരു ചെറിയ വയറ് ഇതുപോലെ എടുത്ത് ഈ വശവും ചെയ്തെടുക്കണം. ഇനി ഇത് രണ്ടും ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഹാൻഡിലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഹാൻഡിലാണ്, നല്ല സ്ട്രോങ് ആണ്. വലിയ ബാഗിനോ ചെറിയ ബാഗിനോ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹാൻഡിലാണിത്. കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി കൂടെ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ വരാം. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.